ഈവൺ എന്റെ ബോഡി ഷെയ്മിങ് ചെയ്തിട്ട് ഫ്രോഡ് കോളുകൾ വിളിക്കുന്നുണ്ട്, പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. പശുവിന്റെ ഇപ്പൊ ഞാൻ കൃഷ്ണഗിരിയിൽ നിന്ന് അടുത്ത് കച്ചവടം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിനെ വരെ ഇതാക്കി ചെയ്യുന്നവരുണ്ടാവും. ഇതൊന്നും ഒരു പണിയില്ലാതിരിക്കുന്നവരാണ്. ഇതൊന്നും കമന്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ അതോടുകൂടി ഞാൻ ടോട്ടലി ഞാൻ ഒഴിവാക്കി, അവോയ്ഡ് ചെയ്യണം. കാരണം എന്ത് ഒരാൾ പോലും ഞാൻ അതിൽ നോക്കുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണുന്നുണ്ടല്ലോ. അവരോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആരും വരാത്ത ആൾക്കാർ 85 രൂപ ചോദ്യമാണ്. ഇവിടെ ആയാലും വന്നിട്ട് കർഷകനായാലും അവർക്ക് ഇഷ്ടമുള്ള വില പറയാമല്ലോ. ഓ തീർച്ചയായും. എന്റെ അടുത്ത് വലിയ പശുവിനെ ഞാനിപ്പോ 1.25 വില പറഞ്ഞാലും എന്റെ അടുത്ത് വന്നിട്ട് മോളെ ഇതൊരു 50 രൂപയ്ക്ക് തരുമോ ചോദിക്കുന്ന ആൾക്കാർ വരെ. തീർച്ചയായും അതിനൊന്നും ഒരു വിരോധമില്ല. യഥാർത്ഥ ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ തൊഴുത്തിനകത്തായിരിക്കും. ഞാൻ വില നിശ്ചയിക്കുന്നതിന് 2-3 ഫാക്ടർ ഉണ്ട്. അതായത് എനിക്ക് അവിടെ നിന്ന് വിലയിൽ എങ്ങനെ കിട്ടുന്നു, പ്ലസ് അതിന്റെ വണ്ടി വാടക, അവിടുത്തെ ഫാമിൽ നിന്ന് എനിക്ക് എങ്ങനെ കിട്ടുന്നു, പിന്നെ ഇവിടെ വന്ന് നമ്മൾ ഇത്രയും മെനക്കെടുന്നാണ് നമുക്ക് ഇത്രയും കൂലി കൊടുക്കണം, ഇതിന്റെ മെയിൻ്റെനൻസ് ഉണ്ട്, ഇവരുടെ തീറ്റ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് നമ്മളൊരു പശുവിന് വില നിശ്ചയിക്കുന്നത്. നമ്മളടുത്ത് വരാൻ പറ്റാത്ത ഒരാളാണ് സ്മിത, എനിക്ക് വരാൻ പറ്റില്ല, നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത് വീഡിയോ കോൾ, അതായത് വരാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ വീഡിയോ കോളിലൂടെയും പശുക്കളെ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. പക്ഷെ ഇതെല്ലാ കാര്യം ഈ ഗ്യാരണ്ടി ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വീഡിയോ കോളിലൂടെ ആണെങ്കിലും ഫുൾ ബോഡിന്റെ എല്ലാ പാർട്സും നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചും കൊടുക്കും. എല്ലാം അതിനെ നടത്തിച്ച് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത വീഡിയോ എടുത്തിട്ട് നമ്മൾക്ക് അവർക്ക് ഇട്ട് കൊടുക്കും. കമന്റ് ഇടുന്നതിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ അടുത്തു നിന്നല്ല, ഒത്തിരി ആളുകളുടെ അടുത്ത് ഒരാൾ പോലും പശുവിനെ വാങ്ങാൻ വരാത്ത, വെറുതെ വീട്ടിലിരുന്നിട്ട് ഈ കാണുന്ന വീഡിയോയ്ക്ക് 10 കമന്റ് ഇടുക എന്ന് മാത്രം, വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് മാത്രം ഈ പണിക്ക് നിൽക്കാറുള്ളൂ. എത്രയോ ഫ്രോഡ് കോളുകൾ എനിക്ക് വരുന്നുണ്ട്. അപ്പൊ കമന്റ് ഇപ്പൊ എന്തുവാണെങ്കിലും ഇട്ടോട്ടെ, അത് വെറുതെ പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ ഈ ഒരു പശുവിന് വിലയുണ്ട്, ചിലപ്പോൾ ഈ പശു അടുത്ത വീഡിയോ കാണുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി പോയിട്ടുണ്ടാവും. അതൊക്കെ തീർച്ചയായും ഈ വീഡിയോ വരുമ്പോഴത്തേക്കും എല്ലാ പശുക്കളും പോയിട്ടുണ്ടായിരിക്കും. അന്നേരം വരുന്നതിന് വേറൊരു വിലയായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പല കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു പശുവിന്റെ വില നമ്മൾ നിർണ്ണയിക്കുന്നത്. അത് ആരോഗ്യമാവാം, അല്ലെന്നുണ്ടെങ്കിൽ എത്രാമത്തെ പ്രസവമാവാം, അല്ലെ ബ്രീഡ് ഏതാവാം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യം. അത് മാത്രമല്ല, ഇപ്പൊ ഈ പശു ഇപ്പൊ ഞാൻ പറഞ്ഞ 1 മാസം 1.5 മാസത്തോളം പ്രസവിക്കുന്ന ടൈം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അത്രയും ഇത് നിൽക്കുമ്പോ എനിക്ക് ആ തീറ്റിന്റെ കാശ് എനിക്ക് നഷ്ടം വരാൻ പറ്റില്ല. ലേബർ, തീറ്റ, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ചെറുതായിട്ട് ഉറപ്പായിട്ടും അത് ന്യായമായിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ നേരിട്ട് വരിക, ബ്രോക്കർമാരുടെ ആവശ്യമില്ല. ബ്രോക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഫീസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് സംസാരിക്കുക, ന്യായമായ വിലയിൽ കൊണ്ടുപോകും. തീർച്ചയായും.